السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. الصلاة والسلام على رسول الله وعلى آله وصحبه أجمعين. أما بعد. ഏറ്റവും സ്നേഹനിധികളായ എൻ്റെ പ്രേക്ഷകരെ, സഹോദര സഹോദരിമാരെ, വാത്സല്യനിധികളായ എൻ്റെ വിദ്യാർത്ഥിനികളെ, ഇന്ന് നമ്മുടെ മുഖ്യ ചർച്ചാ വിഷയം, പല ആളുകളും എന്നോട് പറഞ്ഞു, പ്രാർത്ഥനയെ സംബന്ധിച്ച്, ദ്വായെ സംബന്ധിച്ച് ഒക്കെ ഒരുപാട് വീഡിയോകൾ ഇടാറുണ്ടല്ലോ. എങ്കിൽ ഈ അല്ലാഹ് അല്ലാത്ത സൃഷ്ടികളോട്, അല്ലാഹ് പൊരുത്തപ്പെടാത്ത, അല്ലാഹ് ഇഷ്ടപ്പെടാത്ത, അല്ലാഹു വിലക്കിയ ചില വ്യക്തികളോട്, മഹ്ലൂക്കാത്തിനോട് ചോദിച്ചാലും നേർച്ച നേർന്നാലും ഒക്കെ കാര്യം വളരെ വ്യക്തമായി സഫലമായി കിട്ടുന്നുണ്ടല്ലോ. എന്താണ് അതിൻ്റെ കാരണം? നമുക്ക് എല്ലാവർക്കും ഉണ്ടാകുന്ന സംശയമാണത്. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല പൊരുത്തപ്പെടാത്ത, ഇഷ്ടപ്പെടാത്ത പല വ്യക്തികളോടോ ശക്തികളോടോ പ്രാർത്ഥിക്കുക, അതിനു വേണ്ടി നേർച്ചയാക്കുക, മറ്റ് തുലാഭാരം പോലത്തത് നേർച്ചയാക്കുക, ഇതൊക്കെ ചെയ്താലും അവർക്ക് അവർ വിചാരിച്ച കാര്യങ്ങൾ നേടുകയും ഉത്തരം കിട്ടുകയും ചെയ്യുന്നുണ്ടല്ലോ. എന്താണ് അതിൻ്റെ കാരണമെന്ന് സുഹൃത്തുക്കളെ, ഒരുപാട് വിശദീകരണം ഇതിന് ആവശ്യമാണ്. പല ആളുകളും ഇത് ഇടണം എന്ന് പറയണം എന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ പറയാം. എൻ്റെ അറിവിൻ്റെ പരിധിയിൽ വെച്ചുകൊണ്ട് മനസ്സിലാക്കിയതും മഹാന്മാരായ ആളുകൾ രേഖപ്പെടുത്തി വെച്ച ഹദീസിൻ്റെയും ആയത്തിൻ്റെയും അടിസ്ഥാനത്തിലും ചില കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അദ്ദുന്യ ദാറുൽ ബലാ വൽ ഇംതിഹാൻ. ദുന്യാവ് എന്ന് പറഞ്ഞത് പരീക്ഷണങ്ങളുടെ വീടാണ്, പരീക്ഷയുടെയും പരീക്ഷണങ്ങളുടെയും വീടാണ്. അപ്പം ഇവിടെ നല്ലതും ഉണ്ടാവും, ചീത്തയും ഉണ്ടാവും, നല്ല കാര്യങ്ങളും ചീത്ത കാര്യങ്ങളും ഉണ്ടാവും. നല്ലത് തിരഞ്ഞെടുക്കുന്ന ആളുകൾക്കും ചീത്ത തിരഞ്ഞെടുക്കുന്ന ആളുകൾക്കും ഇവിടെ ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം നൽകുന്നതും, അവന് എന്തെല്ലാം കാര്യങ്ങൾ ആഗ്രഹിക്കുന്നു ആ കാര്യങ്ങൾ മുഴുവനും നേടിക്കൊടുക്കുന്നതും, അള്ളാഹുവിൻ്റെ ഇബാദ്, അവൻ്റെ അടിമ, അവൻ്റെ സൃഷ്ടി, അവൻ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന വ്യക്തി എന്ന നിലയ്ക്ക് അവൻ സംരക്ഷണം നൽകുകയും അവൻ്റെ ഉദ്ദേശങ്ങൾ നിറവേറ്റി കൊടുക്കുകയും ചെയ്യുന്നതാണ്. ചെറിയൊരു ഉദാഹരണം ഞാൻ നിങ്ങളുടെ മുമ്പിൽ പറയാം. നമ്മളൊക്കെ വീടുകളിലുണ്ട്, വെള്ളത്തിൻ്റെ ടാപ്പ് പിടിപ്പിച്ചിട്ടുണ്ട്, ഇല്ലേ? എല്ലാവർക്കും മനസ്സിലാകുന്ന രീതിയിൽ ഒരു ഉദാഹരണം പറയാം. ആ ടാപ്പ് ഇവിടെ തിരിക്കുമ്പോൾ വെള്ളം വരുന്നുണ്ട്. അപ്പോൾ ഒരാള് അതാ വിശ്വസിക്കുന്നത്, ഈ ടേപ്പാണ് എനിക്ക് വെള്ളം തരുന്നത്, അതുകൊണ്ട് ഈ ടേപ്പിനോട് ചോദിച്ചാൽ ഇതിനു വേണ്ടി ഞാൻ അധ്വാനിക്കുകയാണെങ്കിൽ ഇതെനിക്ക് വെള്ളം തരും എന്നുള്ള ഒരു വിശ്വാസം അവനിൽ അഗാധമായി പിടിവിടുകയും അതിനു വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യുമ്പോൾ അവൻ്റെ വിശ്വാസം ആ നിലപാടിലൂടെ പോകും. കാര്യം അവൻ നേടുന്നുണ്ട്. നേരെ മറിച്ച് അതല്ല, ഇതിന് ആഴമേറിയ കിണറുണ്ടെന്നും ആ കിണറിൽ നിന്ന് വെള്ളം പമ്പ് ചെയ്ത് മുകളിലേക്ക് ടാങ്കിൽ വന്നിട്ട് അവിടെ നിന്ന് താഴോട്ട് വരികയാണെന്നും, അതല്ല, ഈ കിണറിൽ വെള്ളം സംവിധാനിച്ച ഹാലിക്കായ ഒരു ഉടമസ്ഥൻ ഇതിനുണ്ട് എന്നും, ഈ ലോകം മുഴുവനും നിയന്ത്രിക്കുന്നത് അവനാണ് വെള്ളം തരുന്നത്, അവനാണ് ഭക്ഷണം തരുന്നവൻ, അവനാണ് എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കുന്നത് എന്ന ബോധത്തോടുകൂടെ, എന്ന വിശ്വാസവും അവനോടുള്ള ആ ഒരു അചഞ്ചലമായ തീരുമാനങ്ങളും എഴുതിക്കാതും, അതാണ് യഥാർത്ഥ വിശ്വാസം. മറിച്ച് ബാഹ്യമായി കിട്ടുന്നത് കൊണ്ടുള്ള, അല്ലെങ്കിൽ ഒരു കാര്യം നേടൽ കൊണ്ടോ അത് നേടാതിരിക്കൽ കൊണ്ടോ അല്ല ഒരു വ്യക്തിയുടെ ഈമാനും ഇസ്ലാമും കണക്കാക്കപ്പെടുന്നത്. പറഞ്ഞത് മനസ്സിലായി കാണണം, അല്ലേ? ഒരുപാട് ഉദാഹരണങ്ങളുണ്ട് ഇവിടെ. ഒന്ന്, മനുഷ്യന്റെ ഉദ്ദേശം നിറവേറാൻ വേണ്ടി ഒരു കാര്യം ജിന്ന് മനുഷ്യനെ, അഥവാ ഷൈത്താൻ മനുഷ്യനെ സഹായിക്കുമെന്നുള്ളതാണ്. അള്ളാഹുവിനോട് പറഞ്ഞു, ഒബി ഇസ്സത്തിക ലഉഗ്വിയന്നഹും അജ്മഈൻ. ഒബി ഇസ്സത്തിക, നിന്റെ യോഗ്യത തന്നെ അള്ളാഹ് സത്യം, ലഉഗ്വിയന്നഹും അജ്മഈൻ, ഈ ആദമിന്റെ സന്തതികളെ മുഴുവനും ഞാൻ വഴിവഴിപ്പിക്കും. അപ്പോൾ ആദം സന്തതികളെ മുഴുവനും ഞാൻ വഴിവഴിപ്പിക്കും എന്ന് ആര് പറഞ്ഞു? അള്ളാഹിനോട് സത്യം ചെയ്തുകൊണ്ട് ഇബ്ലീസ് പറഞ്ഞു.
ഇല്ലാ ഇബാദക മിൻഹുൽ മുഖ്ലസീൻ, മുഖ്ലസീങ്ങളായ ആളുകൾ, നിഷ്കളങ്കരായ ഒരു വിഭാഗം അടിമകൾ ഇബാദുകൾ നിനക്കുണ്ട്. അവനെനിക്ക് സാധ്യമല്ല. അവരല്ലാത്ത മുഴുവത്തിനെ ഞാൻ വഴിയെടുപ്പിക്കും. അപ്പോൾ ഇബ്ലീസിന് അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യന്റെ രക്തം സഞ്ചരിക്കുന്നതിലൂടെ നടക്കാനും അതുപോലെ തന്നെ ദുർബോധനം നൽകാനും കാര്യങ്ങൾ അതിലേക്ക് നയിക്കാനും അതുപോലെ അന്ധവിശ്വാസത്തിലേക്കും അനാചാരത്തിലേക്കും കൊണ്ടുപോകാനുള്ള തോന്നിക്കുന്നതായ നിലയിലുള്ള പ്രവണത അവൻ്റെ ഹൃദയത്തിൽ കൊണ്ടുവരികയും അതിലൂടെ അവൻ സഞ്ചരിപ്പിക്കുകയും അങ്ങനെ അവൻ ആ കാര്യങ്ങൾ നേടിക്കൊടുക്കാൻ സഹായിക്കുകയും ചെയ്യും. മനുഷ്യന് മാത്രമല്ല ശാസ്ത്രക്രിയയും ചികിത്സയും ഒക്കെ ഉള്ളത്, മറിച്ച് രണ്ട് വിഭാഗം ജിന്ന് ഇൻസ് രണ്ട് വിഭാഗമാണല്ലോ അവിടെ ഉള്ളത്. എന്നാൽ ആ ജിന്ന് വിഭാഗത്തിനും ഇത്തരം ചികിത്സാ രീതികളും ശാസ്ത്രക്രിയകളും അതുപോലെ മറ്റുള്ള കാര്യങ്ങളും ഒക്കെ നേടിക്കൊടുക്കാൻ കഴിയുമെന്നുള്ളതാണ്. മനസ്സിലാകണ്ടല്ലോ, വലിയ വിഷയമാണത്. അപ്പം എന്താവും, ആ ശൈത്താൻ അവൻ ഉദ്ദേശിച്ച മാർഗത്തിലൂടെ കൊണ്ടുപോവുകയും ആ കാര്യങ്ങൾ അള്ളാഹ് അല്ലാത്ത വ്യക്തികളോട് ശക്തികളോട് പ്രാർത്ഥിക്കുമ്പോൾ അവനത് ആ കാര്യം സഫലമാക്കി കൊടുക്കുകയും അവനെ ആ കുഫറിന്റെ നിഷേധത്തിന്റെ മേൽ ഉറച്ചു നിർത്തുകയും ചെയ്യും എന്നുള്ളതാണ്. അപ്പോൾ അവനെ ആ കാര്യങ്ങൾ നേടിയെടുക്കാൻ കഴിയും. ഒന്നാമത്തെ കാര്യം അത് തന്നെയാണ്. രണ്ടാമത്തെ കാര്യം, അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രകൃതിയിൽ ചില നിയമവ്യവസ്ഥകൾ വെച്ചിട്ടുണ്ട്. ഞാൻ ഒരു പുസ്തകം വായിക്കുകയുണ്ടായി. ഡോക്ടർ വില്യം ആർ പാർക്കർ എന്ന് പറയുന്ന ഒരു മഹാവ്യക്തി, അദ്ദേഹത്തിൻ്റെ രോഗികളെ ചികിത്സിച്ച ഒരു രീതിയുണ്ട്. അദ്ദേഹം പറയുകയാണ്, അദ്ദേഹത്തിൻ്റെ രോഗികളെ രണ്ടാക്കി ഭാഗിച്ചത്ര. ഒരു വിഭാഗത്തിന് മെഡിസിൻ മാത്രം കൊടുത്തു, ഒരു വിഭാഗത്തിന് മരുന്ന് മാത്രം, മറ്റൊരു വിഭാഗത്തിന് പ്രാർത്ഥനയും മെഡിസിനും കൊടുത്തതാണ്. അങ്ങനെ ഈ വെറും മെഡിസിൻ മാത്രം, മരുന്ന് മാത്രം ഉപയോഗിച്ച ആളുകൾ അവിടെ ബാക്കിയാകുകയും പ്രാർത്ഥനയും മരുന്നും നൽകിയ ആളുകൾ പെട്ടെന്ന് സുഖം പ്രാപിച്ചു പോവുകയും ചെയ്തു എന്നുള്ളതാണ്. അപ്പോൾ പ്രാർത്ഥന കൊണ്ട് ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ വളരെ അങ്ങേയറ്റത്ത് സ്വാധീനം ചെലുത്താൻ കഴിയും എന്ന് കണ്ടുപിടിച്ച ഡോക്ടർ വില്യം ആർ പാർക്കർ ഈ കാര്യങ്ങൾ വിശദീകരിക്കുന്നുണ്ട്. എന്തുകൊണ്ട്? അപ്പോൾ എല്ലാവരും ഒരേ വിശ്വാസക്കാരല്ല, പല വിശ്വാസക്കാരാണല്ലോ. എല്ലാവരും ഒരേ നിലക്കുള്ള വിശ്വാസക്കാരല്ല, പല വിശ്വാസക്കാരുമാണ്. അപ്പൊ അവരുടെ മനസ്സിൽ ആഴത്തിൽ ഇറങ്ങി ചെന്നുകൊണ്ട് അവർ വിശ്വസിക്കുന്ന ആ മൂർത്തികളെ, ആ വിശ്വസിക്കുന്ന ആ വസ്തുക്കളെ മനസ്സിൽ അഗാധമായി കൊണ്ട് പ്രാർത്ഥനയ്ക്ക് നൽകുകയും അങ്ങനെ കാര്യങ്ങൾ നേടുകയും ചെയ്തു. അദ്ദേഹം പറയുന്നത്, അങ്ങനെ ഒരു മനുഷ്യൻ അഗാധമായി ആഴത്തിൽ ഇറക്കി ആ മനുഷ്യന്റെ മനസ്സിൽ ആ പ്രാർത്ഥനയുമായി ബന്ധപ്പെടുമ്പോൾ ആ മനുഷ്യന്റെ ശരീരത്തിൽ ഒരുതരം ഹോർമോണുകളെ, ഒരുതരം ജീനുകളെ അത് ഉൽപ്പാദിപ്പിക്കും എന്നുള്ളതാണ്. ആ ഉൽപാദനം മനുഷ്യൻ എന്താവും, ചില പ്രതിരോധങ്ങളെ ഉണ്ടാക്കും എന്നുള്ളതാണ് അദ്ദേഹം കണ്ടുപിടിച്ചത്. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ പ്രകൃതിയിൽ വെച്ചതാണ്. അത് എല്ലാവർക്കും അല്ലാഹു തആല കൊടുക്കും. അത് അല്ലാഹു തആലയുടെ വ്യത്യാസമില്ല. ഉദാഹരണം ഞാൻ പറയാം. ഒരു മനുഷ്യൻ, നമ്മളിപ്പോ അപഹരിക്കാൻ പാടില്ല, മോഷ്ടിക്കാൻ പാടില്ല, മോഷ്ടിച്ച് കൊണ്ടുവന്ന് ഭക്ഷണം കഴിച്ചാലും വയറ് നിറയും, അതുകൊണ്ടുണ്ടാകുന്ന എല്ലാ ഉപകാരങ്ങളും കിട്ടും, അല്ലേ? നേരെ മറിച്ച് മറ്റുള്ള നിലക്കാണെങ്കിലോ, അത് ഹലാലായ രീതിയിലാണെങ്കിലോ അത് നന്നാവുകയും ചെയ്യും. സംഗതിയൊക്കെ ഒന്നാണ്. ഈ ഒരു സാധനം ഞാൻ മോഷ്ടിച്ചതാണെങ്കിൽ അത് ഹറാമാണ്, ഞാൻ പൈസ കൊടുത്തതാണെങ്കിൽ അത് ഹലാലാണ്. നമ്മളുടെ കാര്യങ്ങൾ ഉദ്ദേശം പോലെ ഉപയോഗിക്കുന്ന രീതിയിലാണ്. അപ്പം വ്യക്തി പറയുന്നത്, ആ നിലക്കുള്ള ഒരു മനുഷ്യനൊരു ഉത്തേജനം ഉണ്ടാകുകയും ആ ഉത്തേജന പ്രകാരം ആ മനുഷ്യന് സുഖം പ്രാപിക്കുകയും ചെയ്തു എന്നുള്ളതാണ്. അപ്പൊ ഈ പ്രകൃതിയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ചില സംവിധാനങ്ങളെ ഒരുക്കി വെച്ചിട്ടുണ്ട്. അതനുസരിച്ചു കൊണ്ട് പ്രവർത്തിക്കുമ്പോൾ ഇവിടെ റഹ്മാൻ എന്ന സിഫത്ത് കൊണ്ട് അവൻ വിശ്വസിച്ചവനാകട്ടെ വിശ്വസിക്കാത്തവനാകട്ടെ, അവന്റെ അടിമ, അവന്റെ സൃഷ്ടി എന്ന നിലക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ നിറവേറ്റി കൊടുക്കും. ഒരു വൃക്ഷം, ഒരു മാവ്, ആ മാവ് ഒരുപാട് പഴങ്ങൾ കൊടുക്കുന്നു. അപ്പൊ ഈ മനുഷ്യൻ ചെന്നിട്ട് അതിനോട് പ്രാർത്ഥിക്കുകയാണ്, എനിക്ക് മാമ്പഴം തരണേ, അല്ലെങ്കിൽ എനിക്ക് പഴം തരണേ എന്ന് പറഞ്ഞു. അങ്ങനെ പ്രാർത്ഥിച്ചു, അങ്ങേയറ്റത്തെ ഹൃദയം പൊട്ടി പ്രാർത്ഥിച്ചു. മാവ് ആ കരാൻ വരുമ്പോൾ എന്താവും, ഒരു പക്ഷേ അത് അത് മാമ്പഴം കൊടുത്തേക്കാം, ഇല്ലെങ്കിൽ അത് കൊടുത്തില്ല എന്ന് വന്നേക്കാം. അപ്പൊ കൊടുത്തു എന്ന് വിചാരിച്ചിട്ട് ഇതിനോട് പ്രാർത്ഥിച്ച കാരണമാണ് കിട്ടിയതല്ല, കൊടുക്കുന്നത് മുഴുവനും ആരാണ്?
ഖാലിക്കായ ഉടമസ്ഥനായ അള്ളാഹ് മാത്രമാണ്. അത് നമ്മൾ മനസ്സിലാക്കണം. അപ്പം നമ്മുടെ ശരീരം ചില കാര്യങ്ങളൊക്കെ ബന്ധപ്പെടുമ്പോൾ നമ്മളുടെ ശരീരം കാണിക്കുന്ന ചില പ്രവണതകളുണ്ട്. ആലോചിക്കണം. നമ്മളിപ്പോൾ ഒരു നെല്ലിക്ക ഇങ്ങനെ കടിക്കണത് നമ്മളെ മനസ്സിൽ നമ്മൾ ഊഹിച്ചിങ്ങനെ കൊണ്ടുപോവുകയാണെങ്കിൽ വായിലുണ്ടാവും വെള്ളം വരും. അതൊരു പ്രകൃതി ആണ്. നമ്മൾ അങ്ങേയറ്റം ആഗ്രഹിച്ച ഒരു സാധനം ഉപയോഗിക്കാൻ പോകുമ്പോൾ ശരീരത്തിൽ ഉണ്ടാകുന്ന ചില മാറ്റങ്ങളുണ്ടാവും. കരയുമ്പോൾ കണ്ണുനീര് വരും, അല്ലേ? അതുപോലെ തന്നെ പ്രത്യോൽപാദന സമയത്ത് മനുഷ്യ ശരീരം കാണിക്കുന്ന ചില പ്രവണതകൾ മനസ്സിലാവുണ്ടല്ലോ. അത് പ്രകൃതിയിൽ അള്ളാഹു സുബ്ഹാനഹു തആല വെച്ചതാണ്. അതിവിടെ അള്ളാഹ്ക്ക് അത് അള്ളാഹിനോടല്ല വേറൊരാളോടാണ് ഒരുത്തനോടോ ചോദിക്കുന്ന ശക്തിയോടോ യുക്തിയോടോ ഒക്കെയാണ് ചോദിക്കുന്നത് നിൽക്കുക. എങ്കിലും അള്ളാഹു തആല കാര്യം നിറവേറ്റി കൊടുക്കും. മനസ്സിലാവുണ്ടല്ലോ. അത് നിയമ വ്യവസ്ഥയിൽ ലോക വ്യവസ്ഥയിൽ പെട്ടതാണ്. അള്ളാഹു തആല റഹ്മാൻ എന്ന സിഫത്ത് കൊണ്ട് വിശേഷണം പറയപ്പെട്ടവനാണല്ലോ. അപ്പോ അതുകൊണ്ടാണ് അങ്ങനെ ഒരു കാര്യം ഇവിടെ സംഭവിക്കുന്നത്. അപ്പൊ അങ്ങനെ അല്ലാത്തല്ല വിളിച്ച് പ്രാർത്ഥിച്ചാലും ഉത്തരം കിട്ടുന്നത്, ആ നേർച്ച നടന്നാലും ഉത്തരം കിട്ടുന്നത്. ഒരു മനുഷ്യന് കാര്യസഫലീകരണം ഉണ്ടാകുക എന്നുള്ളതല്ല ഒരു ഇസ്ലാമിന്റെ മാനദണ്ഡം. അത് നമ്മൾ മനസ്സിലാക്കണം. ഇതൊരു പരീക്ഷണമാകുമ്പോൾ എന്താവും? ഹൈറുണ്ടാവും, ഷറുണ്ടാവും. നല്ലത് തിരഞ്ഞെടുക്കാനും ചീത്ത തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം തോന്നും അള്ളാഹു തആല കൊടുത്തു. ഒമൻ ഷാ അഫൽ യോമിൻ ഒമൻ ഷാ അഫൽ യക്ഫുർ. ഇഷ്ടമുള്ള വിശ്വസിച്ചോട്ടെ, ഇഷ്ടമില്ലാത്തവൻ വിശ്വസിക്കണ്ട. അത് അള്ളാഹു തആല പറഞ്ഞതാണ്. ഇഷ്ടമുള്ള ആളുകൾക്ക് വിശ്വസിക്കാം, ഇഷ്ടമില്ലാത്ത ആൾക്കാർ വിശ്വസിക്കേണ്ട, അവരവൻ്റെ പാട്ടിന് പോയിക്കോട്ടെ. അപ്പൊ നിങ്ങളൊക്കെ അപ്പൊ അള്ള പറയാണ്. നമ്മൾ ഖുദ്സിയായ ഹദീസിൽ കാണാം. ഒരു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതായി, യാ ഇബാദി കുല്ലുക്കും ളാലുൻ ഇല്ലാ മൻ ഹദൈതുഹു ഫസ്തഹിദൂനി. യാ ഇബാദി കുല്ലുക്കും ളാലുൻ ഇല്ലാ മൻ ഹദൈതുഹു ഫസ്തഹിദൂനി. ഓ എൻ്റെ അടിമകളെ, നിങ്ങൾ മുഴുവനും വഴിവഴിച്ചവരാണ്. ഞാൻ ഹിദായത്ത് നൽകിയ മനുഷ്യരൊഴികെ മുഴുവനും വഴിവഴിച്ചവനാണ്. അതുകൊണ്ട് ഹിദായത്തിന് നിങ്ങൾ എന്നോട് ചോദിക്കുക. അപ്പൊ അള്ളാഹുവിനോട് മാത്രമാണ് നമ്മൾ ഹിദായത്തിന് ചോദിക്കേണ്ടതും എല്ലാ കാര്യങ്ങളും ചോദിക്കേണ്ടത്. അല്ലാത്തത് മുഴുവനും വഴിപിഴച്ച മാർഗമാണ്. യാ ഇബാദി ലൗ അന്ന അവ്വലക്കും വആഖിറക്കും വഇൻസക്കും വജിന്നക്കും കാനൂ അലാ അഫ്ജരി ഖൽബി റജുലിൻ വാഹിദിൻ മാ നഖ്സ ദാലിക മിൻ മിൽകി ശൈആ. എന്ന് പറയാം, ഈ അടിമകളെ, ലൗ അന്ന അവ്വലക്കും വആഖിറക്കും, നിങ്ങൾ ആദ്യത്തവരും അവസാനത്തവരും ജിന്നും ഇൻസും മുഴുവനും ഒരുമിച്ച് കൂടി അലാ അഫ്ജരി ഖൽബിൻ റജുലിൻ വാഹിദിൻ, ഒരൊറ്റ മനുഷ്യന്റെ ഹൃദയം പോലത്തെ കടുത്ത ഹൃദയമായി മാറി. അതെ, അബൂജഹല് ഉത്ബത്ത് ശൈബത്തിനെ പോലത്തെ കടുത്ത ഹൃദയമുള്ള, അള്ളാന്റെ റസൂലിനെ കൊണ്ട് അള്ളാഹിനെ കൊണ്ട് വിശ്വസിക്കാത്ത, ധിക്കരിക്കുന്ന, അഹങ്കരിക്കുന്ന ഫിറഔനിനെ, നമ്രൂദിനെ, ഖാറൂനെ പോലെ എല്ലാ ഭൂലോകത്തുള്ള മനുഷ്യന്മാരെ മുഴുവനും അങ്ങനെ ആയാലും ശരി, മാ നഖ്സ ദാലിക മിൽകി ശൈഅ, എന്റെ അധികാരത്തിൽ നിന്ന് ഒന്നും തന്നെ കുറവരില്ല. നിങ്ങളൊക്കെ പാടെ പോയാൽ എന്നാലും അള്ളാഹു തആല അവരെ തീറ്റിപ്പോറ്റും, അള്ളാഹു തആല അവർക്ക് ഭക്ഷണം കൊടുക്കും, അള്ളാഹു തആല വെള്ളം കൊടുക്കും, ജീവിക്കാനുള്ള ഒരു അഭിപ്രായ സ്വാതന്ത്ര്യം ഒരു നിശ്ചിത സമയപരിധിവരെ അള്ളാഹു തആല കൊടുക്കും. യാ ഇബാദി ലൗ അന്ന അവ്വലക്കും വആഖിറക്കും വഇൻസക്കും വജിന്നക്കും ഖാമൂ ഫീ സ്വഈദിൻ വാഹിദിൻ ഫസഅലൂനി ഫഅതൈതുഹു കുല്ല ഇൻസാൻ. ഒരു മനുഷ്യൻ, എൻ്റെ ഇബാദി, എൻ്റെ അടിമകളെ, ലൗ അന്ന അവ്വലക്കും വആഖിറക്കും ജിന്നക്കും ഇൻസുക്കും, ജിന്ന് ലോകത്തുള്ള ജിന്ന് ഇൻസും മുഴുവനും ഒരുമിച്ച് കൂടി. എന്നിട്ടോ അവരൊക്കെ എന്നോട് ചോദിച്ചു. ഒരു ഗ്രൗണ്ടിൽ ഒരു സ്ഥലത്ത് ഒരുമിച്ച് കൂടിയിട്ട്, അത് ലോകത്തുള്ള ജിന്നും ഇൻസും അതുപോലെ എല്ലാവരും ഒരുമിച്ച് കൂടിയിട്ട് അവരെല്ലാം വ്യത്യസ്തമായ രീതിയിൽ അള്ളാഹുവിനോട് ചോദിച്ചു. അത് പറയാം. എന്നിട്ടോ ഫഅതൈതുഹു കുല്ല ഇൻസാൻ, എല്ലാ മനുഷ്യന്മാരും കൊടുത്തു, അവൻ ചോദിച്ചത് കൊടുത്തു. എങ്കിൽ മാ നഖ്സ ദാലിക മിമ്മാ ഇൻദീ ഇല്ലാ കമാ യൻഖുസുൽ മിഖ്യത ഇദാ അദ്ഖലൽ ബഹ്റ. അള്ളാഹ് പറയാണ്, ലോകത്തുള്ള ജിന്ന് ഇൻസ് മുഴുവനും ഒരുമിച്ച് കൂടിയിട്ട് വ്യത്യസ്തമായ കാര്യങ്ങൾ മുഴുവനും ചോദിച്ചു. ഓരോ ലോകം ചോദിച്ച് എന്ത് തന്നെ ചോദിക്കുകയാണെങ്കിലും ശരി, അത് മുഴുവനും ചോദിച്ചിട്ട് മുഴുവനും ഞാൻ നൽകിയെങ്കിൽ എൻ്റെ അധികാരത്തിൽ നിന്ന്, എൻ്റെ ഖജനാവിൽ നിന്ന്, എൻ്റെ അടുക്കൽ നിന്നുള്ള ഒന്നും തന്നെ കുറയുകയില്ല. ഏതുവരെ? എങ്ങനെ? ഇല്ലാ കമാ യൻഖുസുൽ മിഖ്യത ഇദാ അദ്ഖലൽ ബഹ്റ. സമുദ്രത്തില് ഒരു സൂചികനെ ഇറക്കിയിട്ട് ഇങ്ങനെ പൊക്കി
അപ്പൊ അതിൽ എത്ര കണ്ട് വെള്ളം ശേഷിച്ചു. അതുപോലെയാണ് യാ ഇബാദി ഇന്നമാ ഹിയ അഅ്മാലുക്കും, എൻ്റെ അടിമകളെ തീർച്ചയായും നിങ്ങളുടെ അമലുകൾ ലക്കും, അതിന് നിങ്ങൾക്ക് വേണ്ടി ഞാൻ ക്ലിപ്തപ്പെടുത്തി നിജപ്പെടുത്തുന്നുണ്ട്. പിന്നെ നിങ്ങൾക്ക് അതിന് വേണ്ടിയുള്ള പ്രതിഫലം അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകും. അപ്പോൾ പിന്നീട് അല്ലാഹു തആല അതിനുള്ള ഉത്തരങ്ങൾ അതിനുള്ള പ്രതിഫലം അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകും. സംഗതി നമ്മൾക്ക് വളരെ സിമ്പിളായി മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത്തരം കാര്യങ്ങളൊക്കെ, ഏത് കാര്യങ്ങളും നമ്മൾ അള്ളാഹുവിലേക്ക് തവക്കലാക്കുകയും അള്ളാഹുവിനോട് ചോദിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. മറ്റുള്ള സൃഷ്ടികൾ മഖ്ലൂഖാത്ത് ഒന്നും തന്നെ നമ്മൾക്ക് ഒന്നും ചെയ്യാൻ ഒരാൾക്കും സാധ്യമല്ല. ഒന്നിനും ഉപകാരം ചെയ്യാൻ സാധ്യമല്ല. ഒരു മുള്ളു കുത്തിയ വേദന ലോകത്തുള്ള ജനങ്ങൾ മുഴുവനും ഒരുമിച്ച് കൂടിയിട്ട് അത് ഈ വ്യക്തിക്കൊന്ന് ഇല്ലാതെയാക്കണം എന്ന് വിചാരിച്ചാൽ അള്ളാഹുവിൻ്റെ ഇറാദ, അള്ളാഹുവിൻ്റെ ഖുദ്റത്ത് കൂടാതെ, ഇറാദത്ത് കൂടാതെ അതിന് സാധ്യമല്ല. അപ്പോൾ നമ്മൾ ചോദിക്കേണ്ടത് അള്ളാഹുവിനോട് ചോദിക്കുക എന്നുള്ളതാണ്. അള്ളാഹിൻ്റെ റസൂല് പറഞ്ഞതായിട്ട് ഹദീസ് നമ്മൾ വിശദീകരിച്ചതാ. യാ ഇബാദി ഇന്നി ഹറംതു ദുൽമ അലാ നഫ്സി, ഇതിൻ്റെ ബാക്കി ഞാൻ ഓതിയത്. ഓ എൻ്റെ അടിമകളെ, തീർച്ചയായും എൻ്റെ മേലുള്ള അതിക്രമത്തെ, ദുൽമിനെ ഞാൻ ഹറാമാക്കിയിരിക്കുന്നു. എന്താ ദുൽമ്? അത് ശിർക്ക. ഇന്ന ശിർക ലദുൽമുൻ അദീം, അള്ളാഹുവിലേക്ക് പങ്കു ചേർക്കുക. അള്ളാഹു ചെയ്യേണ്ട കാര്യങ്ങൾ അത് മറ്റൊരുത്തൻ ചെയ്തു തരുന്നു എന്നുള്ള വിശ്വാസം, അത് നിങ്ങൾക്കിടയിൽ ഞാൻ എന്താക്കി നിഷിദ്ധമാക്കിയിരിക്കുന്നു. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ, അതിൽ ദീർഘമായ ഒരു ഹദീസാണത്, ഞാൻ കൂടുതൽ വിശദീകരിക്കുന്നില്ല. അപ്പോൾ ഇങ്ങോട്ട് ഇങ്ങനെ ഇടണമെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ വിവരത്തിനനുസരിച്ച് കിതാബിലും അതുപോലെ തന്നെ ആയത്തിൻ്റെയും ഹദീസിൻ്റെയും അടിസ്ഥാനത്തിൽ ഇത് നമ്മൾ വ്യാഖ്യാനിച്ചു. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ യഥാർത്ഥ മുത്തഖീങ്ങൾ സ്വാലിഹീങ്ങൾ നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. നമ്മളിൽ നിന്ന് മരിച്ചുപോയ നിരവധി ആളുകളുടെ അവർക്കൊക്കെ അല്ലാഹു തആല മഗ്ഫിറത്തും റഹ്മത്തും നൽകട്ടെ. അതുപോലെ നമ്മുടെ അഹിലും മാലിലും അല്ലാഹു തആല ബറക്കത്ത് നൽകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ കൂട്ടുകുടുംബാംഗങ്ങളെ, അതുപോലെ തന്നെ ദുആകൾ വസിയത്ത് ചെയ്തവരെ എല്ലാവരെയും അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കട്ടെ. റഹ്മത്തിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.